ഡിയർ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ജെൻഡർ സ്റ്റഡീസ്. അതിൻ്റെ 4ാമത്തെ മൊഡ്യൂളാണ് കണ്ടംപററി ഇഷ്യൂസ്, ജെൻഡർ ആൻഡ് ജെൻഡർ പൊളിറ്റിക്സ് എന്നുള്ളത്. ഇതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ജെൻഡർ ഐഡൻറ്റിറ്റി അഥവാ ലിംഗവ്യക്തിത്വം എന്നത്. ലിംഗവ്യക്തിത്വം എന്നത് ഒരാളുടെ സ്വന്തം ലിംഗത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായിട്ടുള്ള ബോധമാണ്. ലിംഗവ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ നിയുക്ത ലിംഗമായിട്ട്, അയാളിൽ അടങ്ങിയിരിക്കുന്ന ലിംഗമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ മിക്ക വ്യക്തികളിലും ലൈംഗികതയുടെ വിവിധ ജൈവശാസ്ത്രപരമായ നിർണായക ഘടകങ്ങൾ വ്യക്തിയുടെ ലിംഗവ്യക്തിത്വവുമായിട്ട് പൊരുത്തപ്പെടുന്നതാണ്. ഇപ്പോൾ ലിംഗപ്രകടനങ്ങൾ സാധാരണയായിട്ട് ഒരു വ്യക്തിയുടെ ലിംഗവ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. എന്നാൽ ഇത് എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക ലിംഗപരമായ പങ്കുമായിട്ട് പൊരുത്തപ്പെടുന്ന പെരുമാറ്റങ്ങൾ, മനോഭാവങ്ങൾ ഇവയെല്ലാം പ്രകടിപ്പിക്കാൻ കഴിയുമെങ്കിലും അത്തരം ആ ഒരു പ്രകടനം മറ്റൊരു വ്യക്തിയുമായിട്ട് കഴിയണമെന്നില്ല. ഇപ്പം ലിംഗവ്യക്തിത്വം എന്ന പദം സൈക്യാട്രിക് പ്രൊഫസർ റോബർട്ട് ജെ സ്റ്റോളറാണ് കണ്ടുപിടിച്ചതും മനഃശാസ്ത്രജ്ഞനായ ജോൺ മണിയാണ് അതിനെ ജനപ്രിയമാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ മിക്ക സമൂഹങ്ങളിലും പുരുഷന്മാരുമായും സ്ത്രീകളുമായും ബന്ധപ്പെട്ട ലിംഗപരമായ ഗുണങ്ങൾക്കിടയിൽ ഒരു അടിസ്ഥാന വിഭജനം ഉണ്ടാവാറുണ്ട്. മിക്ക ആളുകളും പാലിക്കുന്ന ഒരു ലിംഗദ്വന്ദ്വമുണ്ട്. അതിൽ ലിംഗഭേദത്തിൻ്റെയും ലിംഗത്തിൻ്റെയും എല്ലാ വശങ്ങളിലും പുരുഷത്വത്തിൻ്റെയും സ്ത്രീത്വത്തിൻ്റെയും പ്രതീക്ഷകൾ ഉൾപ്പെടുന്നുണ്ട്. ജൈവിക ലൈംഗികത, ലിംഗവ്യക്തിത്വം, ലിംഗ ആവിഷ്കാരം, ലൈംഗിക ആഭിമുഖ്യം, ഇങ്ങനെയുള്ള പദങ്ങളിലൂടെയാണ് നമ്മളിതിനെ കാണുന്നത്. ചില ആളുകൾ അവരുടെ ജൈവ ലൈംഗികതയുമായി ബന്ധപ്പെട്ട അവരുടെ പ്രത്യേകതകൾ തിരിച്ചറിയുന്നില്ല. ചിലർ ട്രാൻസ്ജെൻഡർ, നോൺ ബൈനറി അല്ലെങ്കിൽ ലിംഗഭേദമില്ലാത്തവർ, ഇങ്ങനെ വിവിധ തരത്തിൽ ഉള്ള വിഭാഗങ്ങൾ സമൂഹത്തിലുണ്ട്. 2012 പുറത്തിറങ്ങിയ ഇൻട്രൊഡക്ഷൻ ടു ബിഹേവിയറൽ സയൻസ് ഇൻ മെഡിസിൻ എന്ന പുസ്തകത്തിൽ കുട്ടിക്കാലത്തിൻ്റെ പ്രാരംഭ വർഷങ്ങളിലെ ലിംഗവ്യക്തിത്വം അതിശയകരമായ വിധം വേഗത്തിൽ വികസിക്കുന്നു. മിക്ക സന്ദർഭങ്ങളിലും 3 അല്ലെങ്കിൽ 4 വയസ്സാകുമ്പോഴത്തേക്കും ഭാഗികമായെങ്കിലും മാറ്റാനാവാത്തതായിട്ട് മാറാറുണ്ട്. എൻഡോക്രൈൻ സൊസൈറ്റി പറയുന്നത് ലിംഗവ്യക്തിത്വത്തിന് അടിസ്ഥാനപരമായ ഒരു സുസ്ഥിര ജൈവിക ഘടകം പ്രകടമാകുന്ന ഗണ്യമായ ശാസ്ത്രീയ തെളിവുകളുണ്ട് എന്നാണ്. അതായത് വ്യക്തികൾ അവരുടെ ജീവിതത്തിലെ മറ്റ് ഘടകങ്ങൾ കാരണം തിരഞ്ഞെടുപ്പുകൾ നടത്താൻ സാധ്യതയുണ്ട്. റോബർട്ട് ജെ സ്റ്റോളർ ഈ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന ഒരു പദം കോയിൻ ചെയ്തിട്ടുള്ള 1964 1960കളിൽ തന്നെ ഈ ഒരു പദത്തെക്കുറിച്ച്, ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ലിംഗവ്യക്തിത്വം എങ്ങനെ എപ്പോൾ രൂപപ്പെടുന്നു എന്നതിനെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം കുട്ടികളുടെ അപക്വമായിട്ടുള്ള ഭാഷാ സ്വാംശീകരണം ഗവേഷകർക്ക് അവർക്ക് പരോക്ഷമായിട്ടുള്ള തെളിവുകൾ മാത്രമേ നൽകുന്നുള്ളൂ. 18 മാസം മുതൽ 2 വയസ്സ് വരെ കുട്ടികളുടെ ലിംഗഭേദത്തെക്കുറിച്ച് അവബോധം ഉണ്ടായിരിക്കുമെന്നും അതിന് പ്രാധാന്യം നൽകണമെന്നും ജോൺ മണി അഭിപ്രായപ്പെടുന്നുണ്ട്. 3 വയസ്സ് വരെ ലിംഗവ്യക്തിത്വം രൂപപ്പെടുന്നില്ലെന്ന് ലോറൻസ് കോൾബർ വാദിക്കുന്നുണ്ട്. 3 വയസ്സ് ആകുമ്പോഴത്തേക്കും കോർ ലിംഗവ്യക്തിത്വം ദൃഢമായി രൂപപ്പെട്ടുവെന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കുട്ടികൾക്ക് അവരുടെ ലിംഗഭേദത്തെക്കുറിച്ച് ഉറച്ച പ്രസ്താവനകൾ നടത്താൻ പറ്റും. കൂടാതെ അവരുടെ ലിംഗഭേദത്തിന് അനുയോജ്യമെന്ന് കരുതുന്ന പ്രവർത്തനങ്ങളും കളിപ്പാട്ടങ്ങളും അവർ തിരഞ്ഞെടുക്കാൻ തുടങ്ങും. അപ്പോൾ പെൺകുട്ടികൾക്കുള്ള പാവകൾ, പെയിൻറ്റിങ്, ആൺകുട്ടികൾക്കുള്ള ഉപകരണങ്ങൾ, പരുക്കൻ വീടുകൾ നിർമ്മിക്കൽ, ഇതെല്ലാം തന്നെ അവരുടെ ലിംഗഭേദത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലിംഗഭേദത്തിൻ്റെ പ്രകടനങ്ങൾ സ്ത്രീയിലും പുരുഷനിലും വളർന്നു വരുന്നത് കുട്ടിക്കാലത്ത് തന്നെ വളർന്നു വരാറുണ്ട് അല്ലേ. അപ്പോൾ മാർട്ടിൻ ഡൂബിൾ ഈ വികസന പ്രക്രിയ 3 ഘട്ടങ്ങളായി വിഭജിക്കുന്നുണ്ട്. കുട്ടികൾ മുതൽ പ്രീ സ്കൂൾ വരെയുള്ള കാലയളവിൽ കുട്ടികൾ ലിംഗഭേദത്തിൻ്റെ സാമൂഹികവൽക്കരിക്കപ്പെട്ട വശങ്ങളായിട്ടുള്ള നിർവചിക്കപ്പെട്ട സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. രണ്ടാമത് വരുന്നത് 5 മുതൽ 7 വയസ്സ് വരെ പ്രായമാകുമ്പോൾ ഐഡൻറ്റിറ്റി ഏകീകരിക്കപ്പെടുകയും കർക്കശമാവുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേൽ ഈ കാഠിന്യത്തിൻ്റെ കൊടുമുടിക്ക് ശേഷം, ഈ കർക്കശമായതിനു ശേഷം ദ്രാവകത തിരിച്ചെത്തുകയും സാമൂഹികമായി നിർവചിക്കപ്പെട്ട ലിംഗപരമായ റോളുകൾ ഒരു പരിധിവരെ കുറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാർബറ ന്യൂമാൻ ഇതിനെ പ്രധാനപ്പെട്ട 4 ഘട്ടങ്ങളായിട്ട് പറയുന്നുണ്ട്. ലിംഗഭേദം എന്ന ആശയം മനസ്സിലാക്കൽ,
ലിംഗപരമായ റോൾ മാനദണ്ഡങ്ങളും സ്റ്റീരിയോ ടൈപ്പുകളും പഠിക്കൽ, മാതാപിതാക്കളുമായി തിരിച്ചറിയൽ, ലിംഗ മുൻഗണന രൂപപ്പെടുത്തൽ എന്നിങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയുടെ അഭിപ്രായത്തിൽ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം, ലിംഗഭേദം, ലിംഗസ്വത്വം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള അവബോധം ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് ലിംഗഭേദത്തിൻ്റെ രൂപീകരണത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ലിംഗവ്യക്തിത്വത്തിൻ്റെ രൂപീകരണം പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിൻ്റെ വികാസത്തെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. ആ കുട്ടിയുടെ പ്രകൃതി, വളർത്തുന്ന രീതി മനഃശാസ്ത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ്. സാമൂഹിക പാരിസ്ഥിതിക ഘടകങ്ങളാണ് വളർത്തുന്ന രീതിയിൽ വരുന്നത്. അതുപോലെ തന്നെ സാമൂഹികേതര പരിസ്ഥിതി ഘടകങ്ങൾ ഉൾപ്പെടാം. ഇവയെല്ലാം തന്നെ ഒരു കുട്ടിയുടെ ലിംഗവ്യക്തിത്വം രൂപപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് ഗർഭാശയത്തിലിരിക്കുമ്പോഴുള്ള ഹോർമോണുകളുടെ ഇംബാലൻസിങ് ഇതും ലിംഗവ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നുണ്ട്. ലൈംഗിക ഹോർമോണുകളുടെ രക്തചംക്രമണം, ചില ജീനുകളുടെ ആവിഷ്കാരം ഇവയൊക്കെ തലച്ചോറിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ കുടുംബം, അധികാര വ്യക്തികൾ, മാധ്യമങ്ങൾ കുട്ടികളുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്ന മറ്റാളുകൾ, ഇവർ നൽകുന്ന ലിംഗപരമായ പങ്കിനെക്കുറിച്ചുള്ള ആശയങ്ങൾ ഇവയെല്ലാം തന്നെ സാമൂഹിക ഘടകങ്ങളിൽ പറയുന്നതാണ്. അപ്പോൾ ലിംഗപരമായ പെരുമാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെയും അനുകരിക്കുന്നതിലൂടെയും കുട്ടികൾ അവരുടെ ലിംഗസ്വത്വം വികസിപ്പിക്കുന്നുവെന്നും തുടർന്ന് ആ രീതിയിൽ പെരുമാറിയതിന് പ്രതിഫലമോ ശിക്ഷയോ ലഭിക്കുന്നുവെന്നും അങ്ങനെ അവരെ അനുകരിക്കാനും പിന്തുടരാനും ശ്രമിക്കുന്നതിലൂടെ ചുറ്റുമുള്ള ആളുകൾ അവരെ രൂപപ്പെടുത്തുന്നുവെന്നും സാമൂഹിക പഠന സിദ്ധാന്തം പറയുന്നുണ്ട്. ഹെട്രോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭിന്ന ലൈംഗികത. എന്താണ് ഭിന്ന ലൈംഗികത എന്ന് പറഞ്ഞാൽ? എതിർലിംഗത്തിലുള്ള ആളുകളോടുള്ള പ്രണയം അല്ലെങ്കിൽ ആകർഷണം, ഇതിനെയാണ് ഹെട്രോസെക്ഷുവാലിറ്റി അഥവാ എന്ന് പറയുന്നത്. ഇതാണ് പ്രകൃതിപരമായിട്ട് കാലാകാലങ്ങളായിട്ട് സമൂഹം അംഗീകരിച്ച ഹെട്രോസെക്ഷുവാലിറ്റിയാണ്. അപ്പോൾ ഒരു ലൈംഗിക ആഭിമുഖ്യം എന്ന നിലയിൽ ഭിന്നലിംഗം എന്നത് എതിർലിംഗത്തോടുള്ള ആളുകളോടുള്ള വൈകാരികമായിട്ടുള്ള ഒരു ആകർഷണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് സാധാരണ വ്യക്തികളായിട്ട് സമൂഹം അംഗീകരിക്കുന്നത്. ലൈംഗിക ആഭിമുഖ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം ശാസ്ത്രജ്ഞർക്ക് അറിയില്ല. പക്ഷേ ജനിതക ഹോർമോൺ, പാരിസ്ഥിതിക സ്വാധീനങ്ങളുടെ സങ്കീർണമായ ഇടപെടൽ ഇവയൊക്കെയാണ് ഇതിന് പ്രധാന ഘടകമെന്ന് പറയുന്നുണ്ട്. ലൈംഗിക ആഭിമുഖ്യത്തിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള ഒരു സിദ്ധാന്തത്തിനും ഇതുവരെ വ്യാപകമായിട്ടുള്ള പിന്തുണ ലഭിച്ചിട്ടില്ലെങ്കിലും ശാസ്ത്രജ്ഞർ ജൈവശാസ്ത്രപരമായി അടിസ്ഥാനമാക്കിയുള്ള സിദ്ധാന്തങ്ങളെയാണ് അനുകൂലിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ വ്യക്തിത്വ വർഗീകരണ പാരമ്പര്യത്തിൽ നിന്നാണ് ഭിന്നലിംഗം എന്ന പദം ഉത്ഭവിച്ചത്. 1869 കാൾ മാരിയ കർട്ട്ബെനിയാണ് സ്വവർഗാനുരാഗം എന്ന പദത്തോടൊപ്പം ഭിന്നലിംഗം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഈ പദങ്ങൾ നിലവിൽ ഉപയോഗത്തിലുണ്ടായിരുന്നില്ല. എന്നാൽ 1890 റിച്ചാർഡ് വോൺ ക്രാഫ്റ്റ് എബിങ്ങും ആൽബർട്ട് മോളും വീണ്ടും ഇത് അവതരിപ്പിച്ചു. 1920കളുടെ ആരംഭം മുതൽ ഈ ഒരു പേര് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ 1960കൾ വരെ സാധാരണ ഉപയോഗത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. 1923 മെറിയം വെബ്സ്റ്ററിൻ്റെ ന്യൂ ഇൻ്റർനാഷണൽ നിഘണ്ടുവിൽ എതിർലിംഗത്തിൽപ്പെട്ട ഒരാളോടുള്ള രോഗാതുരമായ ലൈംഗിക അഭിനിവേശം എന്നതിനെ ഒരു മെഡിക്കൽ പദമായിട്ട് പറയുന്നുണ്ട്. 1934 അതിൻ്റെ രണ്ടാം പതിപ്പ് അൺബ്രിഡ്ജിൽ, അതിൻ്റെ രണ്ടാം പതിപ്പായിട്ടുള്ള അൺബ്രിഡ്ജിൽ ഇതിനെ എതിർലിംഗത്തിൽപ്പെട്ട ഒരാളോടുള്ള ലൈംഗിക അഭിനിവേശത്തിൻ്റെ പ്രകടനമായിട്ട്, അതായത് ഇതിനെ സാധാരണ ലൈംഗികതയായിട്ട് പറയുന്നുണ്ട്. ആൽഫ്രഡ് കിനെ ഹ്യൂമൻ സെക്ഷുവൽ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഡോക്ടർ ആൽഫ്രഡ് കിൻസി ആണിൻ്റെയും പെണ്ണിൻ്റെയും പെരുമാറ്റം പഠിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ സൂചിപ്പിക്കുന്നത് 16-നും 60-നും ഇടയിൽ പ്രായമുള്ള 25 പുരുഷന്മാരിൽ ഒരാൾ തൻ്റെ ജീവിതത്തിലുടനീളം സ്വവർഗരതിയിൽ മാത്രം ഉള്ള ആളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ 13 പേരിൽ ഒരാൾ തൻ്റെ പ്രായപൂർത്തിയായ ജീവിതത്തിനിടയിൽ കുറഞ്ഞത് 3 വർഷമെങ്കിലും സ്വവർഗാനുരാഗി ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. കൂടാതെ ഓരോ 6 പേരിൽ ഒരാൾക്കും അത്തരമൊരു കാലഘട്ടത്തിലുടനീളം തൻ്റെ ചരിത്രത്തിൽ ഭിന്നലിംഗക്കാരൻ്റെ അത്രയും സ്വവർഗരതിയുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ കണക്കുകൾ കുറച്ച് കുറവാണെങ്കിലും സമാനമായ ക്രമത്തിൽ തന്നെയാണ് സ്ത്രീകളുടെയും അവസ്ഥ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭിന്നലിംഗക്കാരൻ ലൈംഗികമായും പ്രണയപരമായിട്ടും എതിർലിംഗങ്ങളോട് ആകർഷിക്കപ്പെടുന്നവരാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രിഫിക്സ് ഹെറ്ററോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹെറ്ററോ എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്.
ഇതിൻ്റെ അർത്ഥം മറ്റുള്ളത്, അല്ലെങ്കിൽ മറ്റൊന്ന്, അല്ലെങ്കിൽ വ്യത്യസ്തം, അല്ലെങ്കിൽ രണ്ടാമത്തേത്, അല്ലെങ്കിൽ പതിവല്ലാത്തത്, അതായത് വിഭിന്നമായത് എന്നാണ്. എന്താണ് ഹോമോസെക്ഷാലിറ്റി നോക്കാം. അതായത് സ്വവർഗ ലൈംഗികത അല്ലേ. അതായത് ഒരേ ലിംഗത്തിലോ ലിംഗതനിമയിലോ ഉള്ളവർ, അല്ലെങ്കിൽ ഒരേ ലിംഗത്തിലുള്ളവരോട് തോന്നുന്ന ആകർഷണം, ഇതിനെയാണ് സ്വവർഗാനുരാഗം അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുക. ഒരു ലൈംഗിക ചായ്വ് എന്ന നിലയിൽ സ്വന്തം ലിംഗഭേദത്തിൽപ്പെട്ട വ്യക്തിയോട് ലൈംഗിക അഭിനിവേശവും പ്രണയവും തോന്നുന്നത് സ്വവർഗ പ്രണയം അല്ലെങ്കിൽ സ്വവർഗ പ്രേമം എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇവർക്ക് സ്വന്തം ലിംഗത്തിലുള്ള വ്യക്തിയോട് മാത്രമേ ആകർഷണം തോന്നുകയുള്ളൂ. ആണിനോടും പെണ്ണിനോടും ആകർഷണം തോന്നുന്നവരെ ഉഭയവർഗ പ്രണയി എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. അതായത് ഒരുപോലെ ആണിനോടും പെണ്ണിനോടും തോന്നുന്നവരെ ഉഭയവർഗ പ്രണയി എന്നാണ് അറിയപ്പെടുന്നത്. ഇക്കൂട്ടർ ലൈംഗിക ന്യൂനപക്ഷങ്ങളിൽ അല്ലെങ്കിൽ LGBTIAQ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 2 ഉപവിഭാഗങ്ങളിൽ പെടുന്നവരാണ് ഇവരെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എതിർവർഗ ലൈംഗികത അല്ലെങ്കിൽ ഉഭയ ലൈംഗികത, ദ്വിവർഗ ലൈംഗികത, ഇവയ്ക്കൊപ്പം ലൈംഗികതയുടെ തുടർച്ചയിലെ 3 തരംതിരിവുകളിലൊന്നാണ് സ്വവർഗ ലൈംഗികത എന്ന് പറഞ്ഞാൽ. ഒരാളുടെ ലൈംഗികത സ്വതന്ത്ര തെരഞ്ഞെടുപ്പല്ലെന്നും മറിച്ച് ജനിതകവും വിവിധ സാമൂഹിക പ്രേരണകളുടെയും വളർച്ചയിലെ ചുറ്റുപാടുകളിലൂടെ പ്രകൃതി നിർദ്ധാരണം, പ്രത്യുൽപാദന വിജയത്തിലുള്ള സാധ്യതക്കുറവ്, ഗർഭാവസ്ഥയിലുള്ള ജൈവഘടകങ്ങളുടെ പ്രക്രിയ ഇവയ്ക്കൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ ഗർഭകാലത്ത് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം, സമ്മർദ്ദത്തിൻ്റെയും മറ്റും മൂലമുണ്ടാകുന്ന ഹോർമോൺ അസന്തുലിതാവസ്ഥ, പ്രത്യേകിച്ച് ജനിതകവും സാമൂഹിക ഘടകങ്ങളുടെയും മറ്റും സങ്കീർണമായ പ്രതിപ്രവർത്തനങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്നതാണെന്നും ശാസ്ത്രലോകവും വൈദ്യലോകവും വിലയിരുത്തുന്നുണ്ട്. സ്വവർഗാനുരാഗം പ്രകൃതി വിരുദ്ധമാണെന്നും രോഗാവസ്ഥയാണെന്നുമുള്ള കാഴ്ചപ്പാട് ഇന്ന് ആഗോളതലത്തിൽ എതിർക്കുന്നുണ്ട്. മനുഷ്യ ലൈംഗികതയിലെ ഒരു വ്യതിയാനം മാത്രമാണ് സ്വവർഗ ലൈംഗികത എന്നുള്ള കാഴ്ചപ്പാടാണ് ഇന്ന് ശാസ്ത്രം അംഗീകരിക്കുന്നത്. മനുഷ്യ മസ്തിഷ്കത്തിലെ മിഡിൽ ടെമ്പോറൽ ലോബിലുള്ള മാറ്റങ്ങളാണ് സ്വവർഗ പ്രണയത്തിന് കാരണമെന്ന് പറയുന്നുണ്ട്. അത്തരം മാറ്റങ്ങൾ ശാരീരിക ഘടനയിലും പ്രതികരണങ്ങളിലും എല്ലാം തന്നെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. സ്വവർഗ ലൈംഗികത ഒരു ജീവിതശൈലി അനുകരണവും കൂടിയാണ്. എന്നാൽ സ്വവർഗാനുരാഗികളോടും ദ്വിവർഗാനുരാഗികളോടും സമൂഹം വെച്ച് പുലർത്തുന്ന വിവേചനം, യാഥാസ്ഥിക ധാരണകൾ, ഒറ്റപ്പെടുത്തൽ, ഗർഭാവസ്ഥയിലുള്ള ഹോർമോൺ അസന്തുലിതാവസ്ഥ ഇവയൊക്കെ തന്നെയും സ്വവർഗാനുരാഗികൾക്ക് മാനസിക സമ്മർദ്ദവും വിഷാദം പോലുള്ള ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളിലേക്കും അവരെ എത്തിക്കാറുണ്ട്. അത്തരം ആളുകൾക്ക് ചില ആധുനിക രാജ്യങ്ങളിൽ എതിർവർഗ അനുരാഗികളെ പോലെ എല്ലാ അവകാശങ്ങളും ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിയമപരമായി വിവാഹം ചെയ്യാനും കുട്ടികളെ ദത്തെടുക്കാനും വാടക ഗർഭപാത്രം വഴി പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുക്കാനും സാധിക്കുന്നുണ്ട്. ഇനി സ്വവർഗാനുരാഗികൾ സമൂഹത്തിൽ എത്രയുണ്ടെന്ന് കണ്ടെത്തുന്ന വിവിധ കാരണങ്ങളാൽ പ്രയാസമാണ്. എങ്കിലും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പടിഞ്ഞാറൻ സമൂഹങ്ങളിലെ 6% മുതൽ 13% വരെ പേർ സ്വവർഗ അനുരാഗികളാണ്. 2006 നടത്തിയ ഒരു പഠനം സൂചിപ്പിക്കുന്നത് വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ഇൻഡസ്ട്രിയലൈസ്ഡ് റിച്ച് ആൻഡ് ഡെമോക്രാറ്റിക് രാജ്യങ്ങളിൽ ജനസംഖ്യയിൽ 20% പേർ സ്വവർഗാനുരാഗത്തോട് താല്പര്യമുള്ളവരാണ്. അപ്പോൾ മനുഷ്യന് പുറമെ മറ്റു ജന്തുവർഗ്ഗങ്ങളിലും സ്വവർഗ ലൈംഗികത കാണപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ജീവികളിൽ ഒന്നുകിൽ കടുത്ത പരിസ്ഥിതികളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സഹവർത്തിത്വ പ്രക്രിയയുടെ അല്ലെങ്കിൽ ഇണചേരൽ കഴിയാതെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു അപൂർവ സംഗതിയായിട്ടാണ് ഉഭയവർഗ പ്രണയത്തെ തിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ ലൈംഗിക ചായ്വോ ലിംഗതനിമയോ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ പ്രകാരം ശരിയല്ലെന്നും സ്വവർഗാനുരാഗം കുറ്റകരമാകുന്ന നിയമങ്ങൾ മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്നുവെന്നും ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടത് അംഗരാജ്യങ്ങളുടെ കടമയാണെന്നും പറയുന്നുണ്ട്. അപ്പം ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങളെ കുറ്റക്കാരായി കാണുന്ന രാജ്യങ്ങളിൽ അവർ കടുത്ത മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും അനാവശ്യമായ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുന്നുവെന്നും അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നുണ്ട്. ഡോക്ടർ മൊറോറ ബോവെ എന്ന മനഃശാസ്ത്രജ്ഞന് ഒരു സമൂഹവും വ്യക്തിജീവിതവും എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് 1978 തൻ്റെ സാമൂഹിക വൈകാരിക പരിവർത്തനം എന്ന സിദ്ധാന്തത്തിൽ പറയുന്നുണ്ട്. ലോകത്തിൻ്റെ പല സംസ്കാരങ്ങൾ പല രീതിയിലാണ് സ്വവർഗരതിയെ സമീപിച്ചിട്ടുള്ളത്. ചിലപ്പോൾ അംഗീകരിച്ചും ചിലപ്പോൾ ഖണ്ഡിച്ചും സമൂഹം ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അബ്രഹാമി മതങ്ങൾ പിന്തുടരുന്ന മതസ്ഥാപനങ്ങൾ പലതും സ്വവർഗരതിയെ തെറ്റായി കാണുന്നുണ്ട്. യഹൂദ, ക്രൈസ്തവ, ഇസ്ലാം എന്നീ സെമിസ്റ്റിക് മതങ്ങൾ ഇതൊരു ശാപവും പാപവുമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സ്വവർഗാനുരാഗികളായ ലോത്തിൻ്റെ ജനതയെ ദൈവം കല്ലുമഴ പെയ്യിച്ചു
വധിച്ചതായിട്ട് ബൈബിളിലും ഖുറാനിലും പറയുന്നുണ്ട്. ഇസ്ലാമിക വിശ്വാസത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൻ്റെ അവസ്ഥകളിൽ ഒന്നായിട്ട് ഇതിനെ കാണുന്നുണ്ട്. അപ്പോൾ വൈദേശിക രാജ്യങ്ങളിൽ ഈ വിഷയത്തെ മതപരമായ നീതിബോധത്തോടെ സമീപിക്കുന്നത് കുറ്റകരമായാണ് പറയുന്നത്. സ്വവർഗാനുരാഗം പ്രകൃതി വിരുദ്ധമാണെന്ന ആശയത്തിൻ്റെ കരടുകൾ പുരാതന ഗ്രീക്കിലെ എഴുത്തുകളിൽ കാണാൻ പറ്റും. പ്ലാറ്റോയെ പോലുള്ളവർ സ്വലിംഗത്തിൽപ്പെട്ടവരുടെ രതി അപ്രാകൃതികമാണെന്നും ഈ കാര്യങ്ങളിൽ മനുഷ്യ മൃഗങ്ങളെക്കാൾ ഉയർത്തേണ്ടതുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഹിന്ദു മതത്തിൽ ഇപ്രകാരമുള്ള ചായ്വുകൾ സാധാരണഗതിയിലുള്ളതല്ല എന്നാണ് പറയുന്നത്. എന്നാൽ മധ്യലിംഗത്വം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സങ്കല്പങ്ങളും കാണാൻ പറ്റും. അർദ്ധനാരീശ്വര സങ്കല്പം, ശിഖണ്ഡി തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. പാർവതി ഒരു ഉഭയവർഗ പ്രണയിനി ആയിരുന്നു എന്ന് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതായത് പാർവതിയുടെ അഭിനിവേശങ്ങൾ നിർവൃതി വരുത്താൻ വേണ്ടി ശിവഭഗവാൻ സ്ഥിരം സ്ത്രീയായി മാറുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൈന്ദവ സംസ്കാരത്തിൽ ഈശ്വരന് സ്ത്രീയുടെയും പുരുഷൻ്റെയും ഭാവങ്ങൾക്ക് അതീതമായിട്ടാണ് ഇപ്രകാരമുള്ള പരാമർശങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹെറ്ററോസെക്ഷുവാലിറ്റിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി എന്താണ് ക്യൂർ തിയറി എന്ന് നോക്കാം. ഭൂരിപക്ഷത്തിൽ നിന്നും വ്യത്യസ്തമായ ലൈംഗിക ചായ്വോ ലൈംഗിക തനിമയോ ഉള്ള ന്യൂനപക്ഷത്തെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് ക്യൂർ എന്നുള്ളത്. ഇതിന് മറ്റു പേരുകളാണ് ലൈംഗിക ന്യൂനപക്ഷം, LGBT എന്നൊക്കെ പറയുന്നത്. ഓക്കെ, LGBTIQ+ എന്ന ചുരുക്കെഴുത്ത് പരമാവധി വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിൽക്കാലത്ത് ക്യൂർ എന്ന സൂചകമാണ് ഈ അർത്ഥത്തിൽ വ്യാപകമായിട്ടും ഉപയോഗിക്കുന്നത്. ക്യൂറിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള കണ്ടെത്തലുകളിൽ 2 ഘട്ടങ്ങളുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ തന്നെ അത് പ്രചാരത്തിലുണ്ടെങ്കിലും 1990-കളോട് കൂടിയാണ് വിപുലമായ അർത്ഥസൂചകങ്ങൾ ഈ പദത്തിന് കൈവരാൻ തുടങ്ങിയിട്ടുള്ളത്. സ്വവർഗ അനുരാഗികളെക്കുറിച്ചുള്ള അധിക്ഷേപ സ്വഭാവമുള്ള ഒരു പ്രയോഗമെന്ന മട്ടിലുള്ള നിലയിലാണ് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ഒരു വളർച്ച ഉണ്ടായിട്ടുള്ളത്. 20-ാം നൂറ്റാണ്ടിൽ ശരീരത്തെയും ലൈംഗികതയെയും മുൻനിർത്തിയുണ്ടാക്കിയ ശക്തമായ സംവാദങ്ങൾ അതിനെ ക്യൂർ അഥവാ വിമതം എന്ന പദത്തിൻ്റെ രാഷ്ട്രീയമായ മൂല്യത്തിലേക്ക്, ആ ഒരു പദത്തെ രാഷ്ട്രീയപരമായ മൂല്യത്തിലേക്ക് ഉയർത്തി. ഇപ്പോൾ സൈദ്ധാന്തികമായ നിലയിൽ ക്യൂർ എന്ന് പ്രയോഗിക്കുന്നത് തെരേസ ഡി ലോറിസസ് ആണ്. അധികാര വ്യവസ്ഥിതികൾക്ക് പുറമെ നിലനിൽക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഈ ഒരു പദം ഉപയോഗിച്ചിട്ടുള്ളത്. വിമതം, ഫെമിനിസം, പോസ്റ്റ് സ്ട്രക്ചറിസ്റ്റ് സിദ്ധാന്തം, നിറമുള്ള ആളുകളുടെ സമൂലമായ ചലനങ്ങൾ, ഗേ ലെസ്ബിയൻ പ്രസ്ഥാനങ്ങൾ, എയ്ഡ്സ് ആക്ടിവിസം, സഡോമക്കോസിസം, പോസ്റ്റ് കൊളോണിയലിസം തുടങ്ങിയ നിരവധി ലൈംഗിക സാംസ്കാരിക സമ്പ്രദായങ്ങൾ ഉൾപ്പെടെയുള്ള ഒന്നിലധികം നിർണായകവും സാംസ്കാരികവുമായ സന്ദർഭങ്ങളിലാണ് ഇത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ലൈംഗികതയിലും ലിംഗഭേദത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന LGBT പഠനങ്ങളിലാണ് ക്യൂർ സിദ്ധാന്തത്തിൻ്റെ ഉത്ഭവം. സ്ഥിരതയുള്ള ഐഡൻറ്റിറ്റികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഉയർന്നു വന്ന ഒരു സിദ്ധാന്തമാണ് ക്യൂർ സിദ്ധാന്തം. അതായത് പുരുഷൻ, സ്ത്രീ, വർഗം, വംശീയത എന്നീ ഈ രീതിയിലുള്ള ഭിന്നത നിലനിൽക്കുന്നുണ്ട് എന്നും, അതായത് ഒന്നിലും പെടാത്ത, ജനാധിപത്യത്തിലും സ്വച്ഛാധിപത്യത്തിലും പെടാത്ത ബൈനറി വിഭാഗങ്ങളെ, അതുപോലെ സ്വകാര്യ പൊതു എന്നീ അതിൽ പെടാത്ത പൊതു രാഷ്ട്രീയ ബൈനറി വിഭാഗങ്ങൾ, ഇങ്ങനെയുള്ള കുറേ ബൈനറി വിഭാഗങ്ങളുള്ളതുപോലെ തന്നെ ലിംഗത്തിൻ്റെ കാര്യത്തിലും ബൈനറി വിഭാഗങ്ങളായിട്ടുള്ള വിമതരായിട്ടുള്ള വിഭാഗങ്ങളുണ്ട്. അതായത് തെരേസ ഡി ലോറസിൻ്റെ ക്യൂർ തിയറി ലെസ്ബിയൻ ആൻഡ് ഗേ സെക്ഷുവാലിറ്റീസ് എന്ന കൃതിയിൽ അവർ വിവിധ ലൈംഗിക വിഭാഗങ്ങളെക്കുറിച്ചും വിമത വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത്തരം ലൈംഗിക ന്യൂനപക്ഷങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവരുടെ മാനസികമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒക്കെ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞാൽ ഹെറ്ററോണോമാറ്റിവിറ്റി എന്ന് പറഞ്ഞ ആശയമാണ്. ഭിന്നലൈംഗികതയെ യോജിപ്പുള്ളതായി തോന്നിപ്പിക്കുന്ന ധാരണയുടെ ഘടനയും പ്രായോഗിക ദിശാബോധവും മാത്രമല്ല, ഒരു വ്യക്തിയുടെ ലൈംഗിക ആഭിമുഖ്യത്തെക്കുറിച്ചും അതിൻ്റെ സാമൂഹികമായ അംഗീകൃത മാനദണ്ഡങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ ഇതിൽ പറയുന്നുണ്ട്. മൈക്കൽ ഫൂക്കോൾട്ടും അതുപോലെ ഗെയിൻ റൂബിൾ, ഈവ് കൊസാവ്സ്കി, സെഡ്വിക്ക്, ജൂഡിത്ത് ബട്ട്ലർ എന്നിവർ ക്യൂർ സിദ്ധാന്തത്തിൻ്റെ വികാസത്തിലെ പ്രധാന സൈദ്ധാന്തികന്മാരിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ലൈംഗികതയെക്കുറിച്ചുള്ള മൈക്കൽ ഫൂക്കോയുടെ കൃതി പറയുന്നത് അത് മനുഷ്യൻ്റെ ഒരു അവശ്യ ഘടകത്തേക്കാൾ വിവേചനാത്മകമായുള്ള ഒരു ഉൽപ്പാദനമാണ്, അത് അധികാരം അടിച്ചമർത്തലും നിഷേധാത്മകവുമല്ല എന്ന അദ്ദേഹത്തിൻ്റെ വലിയ ആശയങ്ങളിൽ നിന്നും വന്നതാണ്. ഇപ്പോൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലൈംഗികത ഒരു
മറഞ്ഞിരിക്കുന്ന സത്യമായി തോന്നിപ്പിക്കാൻ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഇത് ലൈംഗികത എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ അന്തർലീനമായിട്ടുള്ള ഒരു ഘടകമാണ്. ലൈംഗികതയെ വ്യക്തമായി നിർവചിക്കാൻ കഴിയുമെന്ന് അംഗീകരിക്കാൻ അദ്ദേഹം വിസമ്മതിക്കുന്നുണ്ട്. പകരം അധികാരത്തിൻ്റെയും അറിവിൻ്റെയും ഗവൺമെൻറ്റുകൾക്കുള്ളിൽ ലൈംഗികതയുടെ വിപുലമായ മാനദണ്ഡങ്ങളെ വിവിധമായ ഉൽപ്പാദനത്തെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. മൂന്നാം ലിംഗം എന്നത് വ്യക്തികളെ സ്വയം അല്ലെങ്കിൽ സമൂഹം പുരുഷനോ സ്ത്രീയോ അല്ല എന്ന് തിരിക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ലോകമെമ്പാടുമുള്ള പല ലിംഗ സംവിധാനങ്ങളിലും മൂന്നോ അതിലധികമോ ലിംഗഭേദങ്ങളുണ്ട്. അത്തരം വ്യക്തികളുടെ പരമ്പരാഗതവും ചരിത്രപരവുമായ അംഗീകാരത്തിൽ നിന്നോ LGBTQ+ കമ്മ്യൂണിറ്റിയിലെ അതിൻ്റെ ആധുനിക വികസനത്തിൽ നിന്നോ ഈ ഒരു ആശയം ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഇതിൽ മൂന്നാം ലിംഗക്കാരെ ഒരു നോൺ ബൈനറി ഐഡൻറ്റിറ്റി ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റും. ഒരു പുരുഷനോ സ്ത്രീയോ മറ്റൊരാളോ വ്യക്തിപരമായി തിരിച്ചറിയപ്പെടുന്നതിൻ്റെയും സമൂഹം തിരിച്ചറിയുന്നതോ ആയ അവസ്ഥ സാധാരണയായിട്ട് വ്യക്തിയുടെ ലിംഗ വ്യക്തിത്വവും അവർ ജീവിക്കുന്ന പ്രത്യേക സംസ്കാരങ്ങളിലെ ലിംഗപരമായ പങ്കിനെക്കുറിച്ചും പറയുന്നുണ്ട്. മിക്ക സംസ്കാരങ്ങളിലും 2 ലിംഗഭേദങ്ങളുള്ള ഒരു ലിംഗ ബൈനറി ഉപയോഗിക്കുന്നുണ്ട്. ആൺകുട്ടികൾ, പുരുഷന്മാർ, പെൺകുട്ടികൾ, സ്ത്രീകൾ, അല്ലേ? ഇപ്പോൾ 3-മത്തെയോ 4-മത്തെയോ ലിംഗഭേദമുള്ള സംസ്കാരങ്ങളിൽ ഈ ലിംഗഭേദങ്ങൾ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇപ്പോൾ തദ്ദേശീയ ഹവായിക്കാർക്കും സാഹിത്യക്കാർക്കും മഹു എന്നത് മിക്ക സംസ്കാരങ്ങളും 2 ലിംഗഭേദമുള്ള ഒരു ലിംഗ ബൈനറി ഉപയോഗിക്കുന്നു. 3-മത്തെയോ 4-മത്തെയോ ലിംഗഭേദമുള്ള സംസ്കാരങ്ങളിൽ ഈ ലിംഗഭേദങ്ങൾ വരെ വ്യത്യസ്തമായ കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. മൂന്നാം ലിംഗ പാരമ്പര്യങ്ങളിൽ ഒരു പോസിറ്റീവ് സാമൂഹിക പദവി ഊന്നി പറയുന്നതിന് ആചാരപരമോ മതപരമോ ആയ റോളുകൾ നിറവേറ്റുന്നതിനായിട്ട് ഉയർന്നു വരുന്നതാണ്. എന്നിരുന്നാലും ഒരു സംസ്കാരം മൂന്നാം ലിംഗത്തെ അംഗീകരിക്കുന്നു എന്നത് ആ സംസ്കാരത്താൽ അവർ വിലമതിക്കപ്പെട്ടു എന്നതിന് അർത്ഥമാക്കുന്നില്ല. ചില ആചാരങ്ങൾ ഒരാളുടെ സംസ്കാരത്തിൽ സ്ത്രീകളുടെ മൂല്യത്തകർച്ചയ്ക്കുള്ള നേരിട്ടുള്ള പ്രതികരണമായിട്ട് വളർന്നു വരാറുണ്ട്. നിരവധി പാശ്ചാത്യേതര സംസ്കാരങ്ങളിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും 3-ാം 4-ാം 5-ാം ലിംഗവേഷങ്ങൾ എന്നീ ആശയങ്ങൾ മുഖ്യധാര പാശ്ചാത്യ സംസ്കാരങ്ങളും ആശയപരമായ ചിന്തയ്ക്കും ഇപ്പോഴും പുതിയത് തന്നെയാണ്. മുഖ്യധാര പാശ്ചാത്യ പണ്ഡിതന്മാർ പ്രധാനപ്പെട്ട പാശ്ചാത്യ സംസ്കാരങ്ങളിലും ആശയപരമായ ചിന്തയ്ക്കും ഇതൊരു പുതിയ കൺസെപ്റ്റ് തന്നെയാണ്. പ്രധാനപ്പെട്ട പാശ്ചാത്യ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ ഹിജ്റകളെക്കുറിച്ചോ തദ്ദേശീയർ അമേരിക്കൻ ലിംഗ വകഭേദത്തെക്കുറിച്ചോ 2 ആത്മാക്കളുടെ ആളുകളെക്കുറിച്ചോ എഴുതാൻ ശ്രമിച്ച നരവംശാസ്ത്രജ്ഞർ 3-ാം ലിംഗം എന്ന പദം ആധുനിക LGBTQ സമൂഹത്തിൻ്റെ ഭാഷയിൽ മാത്രം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് തദ്ദേശീയ പണ്ഡിതന്മാർ, പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുടെ സാംസ്കാരിക ധാരണയുടെയും സന്ദർഭത്തിൻ്റെയും അഭാവത്തിൽ ഈ പണ്ഡിതന്മാർ 3-ാം ലിംഗ വിഭാഗത്തിൽ പ്രതിഷ്ഠിക്കുന്ന ആളുകളെ വ്യാപകമായിട്ട് തെറ്റായി തന്നെയാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആശയം യഥാർത്ഥത്തിൽ ഈ സംസ്കാരങ്ങൾക്ക് ബാധകമാണോ അല്ലയോ എന്നുൾപ്പെടെയുള്ള ചോദ്യം ചെയ്യപ്പെടുന്ന സംസ്കാരങ്ങളെ തെറ്റായി ചിത്രീകരിക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. ജീവശാസ്ത്രപരമായുള്ള ബൈനറിയെ സ്വാധീനിക്കുന്ന അംഗങ്ങളെ വിവിധ സംസ്കാരങ്ങൾ ദീർഘകാലമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. പുരുഷന്മാരോ സ്ത്രീയോ അല്ലാത്ത ആളുകളെക്കുറിച്ചാണ് പഴമക്കാർ എഴുതിയത്. വ്യക്തികൾ നൂറ്റാണ്ടുകളായ ലിംഗഭേദം അനുഭവിക്കുന്നവരാണ്. ശരീരവും സ്വയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ബുദ്ധിജീവികൾ ശക്തമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഹിജ്റകൾ, തായ്ലൻഡിലെ കതോയികൾ, അതുപോലെ മെക്സിക്കോയിലെ മക്സുകൾ എന്നിങ്ങനെ ബദൽ ഐഡൻറ്റിറ്റികളുള്ള നിരവധി ജനവിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഈ ഗ്രൂപ്പുകൾക്ക് അത് എളുപ്പമായിരുന്നില്ല, ഇവരെക്കുറിച്ച് പഠിക്കാൻ എളുപ്പമായിരുന്നില്ല. പലപ്പോഴും വിവേചനവും അക്രമവും അവർ നേരിട്ടിട്ടുണ്ടായിരുന്നു. 3-ാം ലിംഗത്തിൻ്റെ നിയമപരമായ അംഗീകാരത്തിനും ബഹുമാനത്തിനും വേണ്ടിയുള്ള പോരാട്ടം ഫലം കായ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ. മുൻകൈയെടുത്ത പ്രവർത്തകരും നയരൂപീകരണക്കാരും
അതിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഒരിക്കൽ ലിബറൽ സർവകലാശാലകളിൽ മാത്രമായി ഒതുങ്ങിയിരുന്ന ഒരു പഴഞ്ചൊല്ല് ലോകം പതുക്കെ സ്വീകരിക്കുന്നതായിട്ട് മാറാൻ തുടങ്ങി. ലിംഗഭേദം ഒരു നിർമ്മിതിയാണ്, ആളുകൾക്ക് അത് സ്വയം നിർവചിക്കാൻ കഴിയണമെന്ന് പറയുന്നുണ്ട്. ക്രോസ് ഡ്രസ്സിംഗ് ഒരാളുടെ ലിംഗസ്വത്വത്തിൻ്റെ പര്യായമല്ല, അതിൻ്റെ ആവശ്യകത, ജിജ്ഞാസ, പരീക്ഷണം, ലൈംഗിക ഉത്തേജനം അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ലംഘിക്കാനുള്ള ആഗ്രഹം തുടങ്ങി സങ്കീർണമായ മാനസിക ആവശ്യങ്ങളിൽ നിന്നാണ് ക്രോസ് ഡ്രസ്സിംഗ് എന്നുള്ള ആ ഒരു പദം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ക്രോസ് ഡ്രസ്സേഴ്സ് എന്നത് ഭിന്നലിംഗക്കാരായ അംഗങ്ങൾ സാധാരണയായി വസ്ത്രം ധരിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ അല്ലാത്ത വ്യക്തിയാണ്. ചിലപ്പോൾ എതിർലിംഗങ്ങളിലുള്ളവരുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്ന വ്യക്തി സ്വയം പ്രകടിപ്പിക്കുന്ന ഒരു രൂപമാണ്. സാധാരണയായി സ്ത്രീകളുടെ വസ്ത്രങ്ങൾ, മേക്കപ്പ്, ആഭരണങ്ങൾ മുതലായവ ധരിക്കുന്ന ഒരു ഭിന്നലിംഗക്കാരനായിട്ടുള്ള പുരുഷൻ. ഇതൊക്കെ തന്നെ ക്രോസ് ഡ്രസ്സിംഗ് എന്നതിന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇനി പ്രോബ്ലംസ് ഓഫ് സെക്ഷൽ മൈനോറിറ്റീസ്. എന്താണ് സെക്ഷൽ മൈനോറിറ്റീസ് അനുഭവിക്കുന്ന പ്രോബ്ലംസ് നോക്കാം. ചുറ്റുമുള്ള സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളിൽ നിന്നും വ്യത്യസ്തമായ ലൈംഗിക ഐഡൻറ്റിറ്റിയോ ഓറിയൻറ്റേഷനോ സമ്പ്രദായങ്ങളോ ഉള്ള ഒരു ഗ്രൂപ്പാണ് ലൈംഗിക ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ. അപ്പോൾ സാധാരണയായിട്ട് ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളിൽ ലെസ്ബിയന്, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾ പെടുന്നുണ്ട്. അപ്പം ഭിന്ന നിയമ സമൂഹങ്ങളിലെ ആൺപെൺ ദ്വന്ദ്വം ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ ജീവിതത്തിൽ നാശം സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ അവരും മനുഷ്യരാണെന്ന വസ്തുത മറച്ചു വയ്ക്കുന്നുണ്ട്. ലൈംഗിക ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ഇതിൽ പെടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവരനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വരുന്നത് മാനസിക പ്രശ്നം, കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അനുഭവിക്കുന്ന സമ്മർദ്ദം, പോലീസിംഗ് നിയമം, മറ്റ് നിയന്ത്രണങ്ങൾ, ഇവയിലൂടെ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന അക്രമങ്ങൾ, അതുപോലെ തന്നെ SRSുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ, വൈകാരിക പിന്തുണയുടെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, അവരെ അക്രമാസക്തരും ക്രിമിനലുമായി ചിത്രീകരിക്കുന്നതിൽ മാധ്യമങ്ങളും വഹിക്കുന്ന പങ്ക്, അതുപോലെ തന്നെ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ ലൈംഗിക തൊഴിൽ ഇടപാടുകാരുടെയും പോലീസിൻ്റെയും ചൂഷണം. ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് വാടകയ്ക്ക് വീട് ലഭിക്കുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് താമസ സ്ഥലത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് വാടകയ്ക്ക് വീട് ലഭിക്കില്ല. അവരുടെ താമസ സ്ഥലം ഇടയ്ക്കിടയ്ക്ക് അവർക്ക് മാറ്റേണ്ടി വരുന്നു. സാമൂഹിക ക്ഷേമം, അതായത് അങ്ങേറ്റത്തെ സാമൂഹിക ബഹിഷ്കരണം, വിവേചനം, അതിക്രമം, ഇതൊക്കെ അവർ നേരിടേണ്ടി വരുന്നു. അപ്പോൾ അവരുടെ ആത്മാഭിമാനത്തെയും സാമൂഹിക ഉത്തരവാദിത്ത ബോധത്തെയും അത് കുറയ്ക്കുകയാണ് ചെയ്യുക. അതുപോലെ മാനസികാരോഗ്യം, അവരനുഭവിക്കുന്ന വിവേചനം കാരണം ലൈംഗിക ന്യൂനപക്ഷങ്ങൾ വൈകാരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പല ട്രാൻസ്ജെൻഡർമാരും ഹോർമോൺ തെറാപ്പിയും ലിംഗമാറ്റ ശസ്ത്രക്രിയയും വിധേയരാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ മിക്ക ആശുപത്രികളിലും അവർക്ക് ഈ സേവനങ്ങൾ നിഷേധിക്കപ്പെടാറുണ്ട്. ശാരീരിക ആരോഗ്യം, ലൈംഗിക ന്യൂനപക്ഷങ്ങളും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന മറ്റുള്ളവരും ലൈംഗികമായി പകരുന്ന രോഗങ്ങൾ, HIV പോലുള്ള രോഗങ്ങൾ, എയ്ഡ്സും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കുള്ള ആരോഗ്യ പരിപാലനത്തിലെ അസമത്വം എല്ലാ സമൂഹങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പുറത്തു വരുന്നു അഥവാ കമ്മിങ് ഔട്ട് എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു ഗേ, ലെസ്ബിയൻ, ബൈസെക്ഷൽ വ്യക്തി തൻ്റെ ലൈംഗിക ഐഡൻറ്റിറ്റി സ്വയം അംഗീകരിക്കുകയും തൻ്റെ വ്യക്തിത്വം മറ്റുള്ളവരോട് തുറന്നു പറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് പറയുന്നത്. അപ്പം സ്വയം പുറത്തു വരുന്നത് മുതൽ കുടുംബത്തിലേക്കും സുഹൃത്തുക്കളിലേക്കും സഹപ്രവർത്തകരിലേക്കും വിശാലമായ സമൂഹങ്ങളിലേക്കും വന്നതുവരെ ഇതിന് തലങ്ങളുണ്ട്. ഇപ്പം പുറത്തു വരുന്നത് ഒരു സ്ഥിരീകരണ പ്രക്രിയയായിട്ടും സാമൂഹിക മാറ്റം കൊണ്ടുവരുന്നതിനുള്ള ഒരു രീതിയായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും സമൂഹത്തിലെ ഭിന്നലിംഗവും സ്വവർഗാനുരാഗവും കാരണം ഇതിന് ധാരാളം അപകട സാധ്യതകളുമുണ്ട്. MX എന്ന് പറഞ്ഞാൽ ഇതൊരു തലക്കെട്ടാണ്. 6 ജെൻഡറായിട്ട് തിരിച്ചറിയാത്ത ആൾക്കാർക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് MX എന്ന തലക്കെട്ട്. ഓർഗനൈസേഷൻസ് ഓഫ് സെക്ഷൽ മൈനോറിറ്റീസ്, അതായത് ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ സംഘടനകളെക്കുറിച്ചാണ് നമുക്കിനി പറയാനുള്ളത്. മലയാളി LGBTQ ആളുകൾക്കായി രജിസ്റ്റർ ചെയ്ത കമ്മ്യൂണിറ്റി അധിഷ്ഠിത ഓർഗനൈസേഷനാണ് ഹ്യൂരാല. ലൈംഗിക ലിംഗ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട മലയാളി വ്യക്തികൾക്ക് മിതമായ പിന്തുണ നൽകുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇത്. 2013 മെയ് മാസത്തിലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. അവിടെ LGBTQAI കമ്മ്യൂണിറ്റികൾക്ക് ഓൺലൈൻ വഴി കണ്ടുമുട്ടാനുള്ള അവസരം
നൽകുന്നുണ്ട്. ഇത് കേരളത്തിലെ LGBTQAI കമ്മ്യൂണിറ്റികൾക്കുള്ള ഒരു സജീവ പ്ലാറ്റ്ഫോമാണ് ക്യൂരാല. സാഹിത്യം, കല, സാംസ്കാരിക ഇടങ്ങൾ, അക്കാദമിക് വ്യവഹാരങ്ങൾ എന്നീ മേഖലകളിൽ ക്യൂരാലയുടെ പ്രതിനിധികൾ അതിൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുകയും ലൈംഗിക ആഭിമുഖ്യം, ലിംഗസ്വത്വം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേസ് സ്റ്റഡികൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സമഗ്രമായുള്ള ആരോഗ്യ സേവനങ്ങൾ, വിദ്യാഭ്യാസ പാഠ്യപദ്ധതി, ജോലിസ്ഥലത്തെ നയങ്ങൾ, പ്രാദേശിക സ്വയംഭരണം എന്നിവയെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ റൈറ്റ്സ് ഫ്രണ്ട്ലി അഭിഭാഷകരുമായിട്ട് സഹകരിച്ചുകൊണ്ട് വിവിധ മനുഷ്യാവകാശ ആശങ്കകൾക്ക് നിയമസഹായം നൽകുന്ന ഒരു സംഘടനയാണിത്. ഇതിലൂടെ പിയർ കൗൺസിലിങ്ങും ഹെൽപ്പ് ലൈനും, അതായത് ക്യൂരാലയുടെ ഹെൽപ്പ് ലൈൻ പ്രവർത്തനക്ഷമമാണ്. ക്യൂർ വ്യക്തികൾക്ക് സമപ്രായക്കാർ, കൗൺസിലർമാർ, സൈക്യാട്രിസ്റ്റുകൾ എന്നിവരുമായി ബന്ധപ്പെടാൻ സഹായിക്കുന്നു. കോളേജുകളിൽ ഒന്നിലധികം LGBTQAI പിന്തുണ ഗ്രൂപ്പുകൾ ആരംഭിക്കാൻ ക്യൂരാല സഹായിച്ചിട്ടുണ്ട്. 2018 ആയപ്പോഴേക്കും അത്തരം 2 അംഗീകൃത വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ സ്ഥാപിച്ചു. കോഴിക്കോട് IIM-ൽ ഉമീദ് എന്ന ഗ്രൂപ്പും കേരള കേന്ദ്ര സർവകലാശാലയിൽ കമ്മിങ് ഔട്ട് ക്ലബ്ബ് എന്ന ഗ്രൂപ്പും LGBTIQ+A ആളുകൾക്കായിട്ട് രജിസ്റ്റർ ചെയ്ത കമ്മ്യൂണിറ്റി അധിഷ്ഠിത സംഘടനയാണ് ക്യൂരീതം. ക്യൂരീതം എന്ന് പറഞ്ഞാൽ വിചിത്ര വ്യക്തികൾക്കായിട്ട് ഒരു പിന്തുണാ ഗ്രൂപ്പായിട്ട് ആദ്യ ശനിയാഴ്ചകളിൽ പതിവ് പ്രതിമാസ മീറ്റുകൾക്കൊപ്പം ഇത് ആരംഭിച്ചു. ലിംഗഭേദം, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള വിവേചനരഹിതമായിട്ടുള്ള ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സംഘടന പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ലൈംഗിക ന്യൂനപക്ഷ പ്രസ്ഥാനത്തിൽ സെക്ഷൽ ആൻഡ് ജെൻഡർ മൈനോറിറ്റി ഫെഡറേഷൻ ഓഫ് കേരള ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ബോധവൽക്കരണ പരിപാടികൾ, സെമിനാർ, ക്യൂർ പ്രൈഡ് മാർച്ച് എന്നിവയിലൂടെ കേരളത്തിൽ ഒരു ലിംഗഭേദം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഈ സംഘടനകളെല്ലാം നടത്തുന്നത്. ഇത്തരമൊരു വിഭാഗത്തെക്കുറിച്ച് അവർക്ക് ആവശ്യമായ ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസ കരിക്കുലത്തിൽ ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ജനങ്ങളെ അവബോധം ഉണ്ടാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം തന്നെ ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല ഇത്തരം വിഭാഗങ്ങൾക്ക് സമൂഹത്തിന് നൽകേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും അവരുടെ ആവശ്യങ്ങളെ എടുത്തു കാണിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ തന്നെ ഈ ഒരു സംഘടന പറയുന്നുണ്ട്. രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, കൾച്ചറൽ അതായത് ഈ ഒരു വിഭാഗത്തിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ അവകാശങ്ങളെക്കുറിച്ചും ഈ ഒരു ഓർഗനൈസേഷൻ എടുത്തു കാണിക്കുന്നത്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.